ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ കല്യാണം കഴിഞ്ഞ് സത്യഭാമയുടെ അടുക്കലേക്ക് ശാലിനിയും കൊണ്ടെത്തിയിരിക്കുകയാണ് വിഷ്ണു. പക്ഷേ വിഷ്ണു പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ രാജേശ്വരി പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് നിൽക്കുകയാണ് സത്യഭാമ. വിഷ്ണു സത്യഭാമയുടെ മകനാണെന്ന് ശാരദാമ്മയ്ക്ക് ഇതുവരെ അറിയില്ലായിരുന്നു എന്നൊക്കെ ശാരദാമ്മ പറഞ്ഞിട്ടും സത്യഭാമ അതൊന്നും വിശ്വസിക്കുന്നില്ല. പണമുള്ള വീട്ടിലെ പയ്യന്മാരെ വലവീശി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ ആക്ഷേപിച്ച് പരിഹസിക്കുകയാണ് സുസ്മിത. അവസാനം സുസ്മിതയും ശാലിനിയും തമ്മിൽ തർക്കത്തിലാവുകയാണ്. അതിലിടപെടുന്നു സത്യഭാമ. പിന്നീട് വിഷ്ണു പറയുകയാണ്, ഞങ്ങളുടെ കല്യാണം ഏതായാലും കഴിഞ്ഞു, അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ സുസ്മിതയെ ചേർത്ത് പിടിച്ച് സത്യഭാമ പറയുകയാണ്, എവിടെയോ നടന്ന ഒരു വിവാഹം ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇവളാണ് എൻ്റെ മരുമകളെന്ന് സുസ്മിതയെ ചേർത്ത് പിടിച്ച് പറയുകയാണ് സത്യഭാമ. അതിനുശേഷം വിഷ്ണുവിനെയും കൊണ്ട് ശാലിനി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ മുന്നോട്ട് വന്ന സത്യഭാമ ശാലിനിയുടെ താലി കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഇത് ഇവിടെ അഴിച്ചു വച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് താലി പൊട്ടിക്കാൻ തുടങ്ങുന്നു. സുസ്മിതയുടെ പിടിവിടിയിക്കാൻ ശ്രമിക്കുകയാണ് ശാലിനി. അയ്യോ മോളെ, അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. താൻ എന്തായി കാണിക്കുന്നതെന്നും വിഷ്ണു ചോദിക്കുന്നുണ്ട്. ഇത്രയുമാണ് പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ സുസ്മിതയുടെ ഈ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സത്യഭാമയുടെ മനസ്സ് ചിലപ്പോൾ മാറുമായിരിക്കും. ഒരു പെൺകുട്ടിയുടെ കഴുത്തിലെ താലി പൊട്ടിക്കാൻ ശ്രമിക്കുന്ന വേറൊരു പെൺകുട്ടിയോടുള്ള പ്രതികരണം സത്യഭാമയ്ക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.